എന്നിട്ട് നമ്മൾ ഈ കേൾക്കണത് തൃശ്ശൂരിൽ BJPയുടെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട് കേട്ടാ. നമ്മുടെ BJPയുടെ കേരളത്തിലെ ആദരണീയനായിട്ടുള്ള ഇപ്പോഴത്തെ നേതാവുണ്ടല്ലോ, നമ്മുടെ ചന്ദ്രശേഖർജി വന്നതിന് ശേഷം BJPക്ക് വലിയ രീതിയിലുള്ള വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നും രണ്ടും അല്ല, 3 MLA കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി. തലസ്ഥാന നഗരമായ കോർപ്പറേഷൻ പിടിച്ചെടുത്തു. പാലക്കാട് BJPക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളുണ്ടായി. വോട്ട് ശതമാനത്തിൽ നല്ല രീതിയിലൊരു വളർച്ചയൊക്കെ ഉണ്ടായി. ഇതൊന്നും ചുമ്മാ വളർന്നതല്ല കേട്ടോ, കോടികളാണ് കേരളത്തിലേക്ക് ഒഴുക്കിയിരിക്കുന്നത്. 25 കോടി കള്ളപ്പണം വെട്ടിലായി തൃശ്ശൂർ BJP. മിണ്ടരുതെന്ന് സംസ്ഥാന കമ്മിറ്റി. പ്രതികരണം നടത്താതെ നേതാക്കൾ ഒന്നും മിണ്ടില്ല. കാരണം കോടിക്കണക്കിന് രൂപ ചാക്കിൽ കെട്ടിയാണ് കൊണ്ടുപോയെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആരുമല്ല കേട്ടോ, തൃശ്ശൂർ ഓഫീസ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള അക്ഷയ് എന്ന് പറയുന്ന നല്ല ഒന്നാന്തര സംഖ്യയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നും രണ്ടും അല്ല, 25 കോടിയോളം രൂപ തൃശ്ശൂരിലേക്ക് 10-17 ചാക്കുകളിൽ കെട്ടി കൊണ്ടുവന്നെന്നൊക്കെയാണ് ഈ വേന്ദ്രൻ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ചർച്ച വരുന്നില്ല. അല്ലെ, നമ്മുടെ തൃശ്ശൂരിൽ നിന്നും വിജയിച്ചിട്ടുള്ള നമ്മുടെ MP മിണ്ടാട്ടം ഇല്ല, MP കാണാൻ പോലും ഇല്ലെന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ നമ്മുടെ ഗോവിന്ദ് തമ്പുരാൻ ജയിച്ചെന്നാണ് കോടതി വരെ കണ്ടെത്തിയിരിക്കുന്നത്. MP സ്ഥാനം പോവോ ഇല്ലെന്നുള്ളതൊക്കെ കാത്തിരുന്നൊക്കെ കാണാം. കാരണം അമ്മാതിരി പരിപാടികളാണല്ലോ തൃശ്ശൂര് കെടി നടത്തി വെച്ചിരിക്കുന്നത്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊന്ന് കേട്ടതിന് ശേഷം കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട്. സ്കിപ്പ് ചെയ്ത് പൊക്കളയത്, നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അവിടെ നിന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടെ നിന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര രൂപ അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നു? ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ നവംബർ മാസം 15-ാം തീയതി മുതൽ ജൂലൈ 14-ാം തീയതി വരെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ആ ജൂലൈ 14 എന്ന് പറയുന്നത് ഞാൻ ജൂലൈ 13-ാം തീയതി ലീവ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് തുടരണ്ട, ഇവിടെ നിന്ന് പുറത്തേക്ക് ആക്കണ പോലെ നാളെ സെറ്റിൽമെന്റ് ചെയ്യും, ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കാന്നാണ് പറഞ്ഞത്. അതിനിടയിൽ എന്താ ഈ പണത്തിന്റെ ഇടപാടുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ മൊത്തത്തിൽ ഈ കള്ളപ്പണ ഇടപാടുകൾ, അതായത് ഈ പണം BJP ഓഫീസിൽ നിന്ന് കടത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഉൾപ്പെടെ പ്രത്യേകിച്ച് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. തൃശ്ശൂരിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതായത് പണം കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇലക്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തുക വരും. പക്ഷെ തൃശ്ശൂരിൽ സംഘടനാ സെക്രട്ടറി KP സുരേഷ്, മുരളി കുളങ്ങാട്ട്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ രാജേഷ്, ഇവർ 3 പേരുമാണ് ഈ ഇലക്ഷൻ പൈസ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പൈസ ട്രഷററോ അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി അല്ല, ഇവർ 3 പേരുമാണ്, സംഘടനാ സെക്രട്ടറി അതുപോലെ മുരളി കുളങ്ങാട്ട്, ഇവർ 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ കൈകാര്യം ചെയ്തിരിക്കുന്ന പൈസ ഇലക്ഷൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അത് എനിക്ക് സംശയമായിട്ട് തോന്നിയത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഗാന്ധിനഗറിലുള്ള ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 1 കോടി എടുത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുത്തയച്ചത് ഞാനും കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ സംഘടനാ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെ പേരിൽ ഞാനും മുരളി കുളങ്ങാട്ടും കൂടി പോയിട്ടാണ് ആ പൈസ 1 കോടി എടുത്തു വന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു TN രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റി വിട്ടത്. പക്ഷെ പിന്നീട് അവിടെ നിന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടെ നിന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര രൂപ അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നു? ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. 25 കോടി എങ്ങോട്ടാ പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോയി? ആരെങ്കിലും അത് നമുക്ക് വെളിപ്പെടുത്താം. നമുക്ക് പിന്നീട് അത് എവിടേക്ക് പോയെന്നുള്ളതല്ല, അതിന്റെ വണ്ടി നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് പിന്നീട് വെളിപ്പെടുത്താം. എത്ര ചാക്കുകളായിട്ടാണ് പണം വന്നത്? 17 ചാക്കാണ്. ചാക്കും ഒരു പച്ച കളർ ബാഗും. ആ പച്ച കളർ ബാഗ് ആ ഓഫീസിൽ അവിടെയുള്ള ഒരു 4-5 സ്റ്റാഫുകൾക്ക് ഡ്രസ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ബാഗ് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഈ പണം ഇത് എന്തിനാണ് വന്നത്? അപ്പൊ ഏത് സമയത്താണ് പണം എത്തിയത്? അത് ഇലക്ഷന്റെ പൈസയാകുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. പല ദിവസങ്ങളിലായിട്ട് ഇലക്ഷൻ മുമ്പായിട്ട് വന്നതാണ്. പക്ഷെ ഇത് ഇലക്ഷന് വന്ന പണം കഴിഞ്ഞിട്ട് ബാക്കി പൈസയാണ് ഞാൻ പറഞ്ഞത്. അത് എവിടെ നിന്ന് വന്നു, എന്ത് വന്നു എന്നുള്ളത് എനിക്കറിയില്ല. എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം അറിയില്ല. അതറിയില്ല. ആരെ കൊണ്ടുവന്നത്?
അതും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയില്ല, അത് പല പല വണ്ടികളിലായി പല പല ഘട്ടങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് ഘട്ടത്തിലത് എത്തിയത്? ഇലക്ഷന് മുമ്പായിട്ട് തന്നെ, ഇലക്ഷന് മുമ്പായിട്ട് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ട്. അത് എത്ര എന്തെന്നുള്ളത് ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, ട്രഷറർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും അറിയില്ല. ഇവര് 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം പിന്നീട് അത് എങ്ങോട്ടേക്കാണ് മാറ്റിയത്, അത് ആരൊക്കെയാണ് മാറ്റിയത്? അത് അറിയില്ല, അത് നമുക്ക് അറിയില്ല. ഏത് ഘട്ടത്തിലത് എത്തിയത്? ഇലക്ഷന് മുമ്പായിട്ട് തന്നെ, ഇലക്ഷന് മുമ്പായിട്ട് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ട്. അത് എത്ര എന്തെന്നുള്ളത് ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, ട്രഷറർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും അറിയില്ല. ഇവര് 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം പിന്നീട് അത് എങ്ങോട്ടേക്കാണ് മാറ്റിയത്, അത് ആരൊക്കെയാണ് മാറ്റിയത്? ഹായ് എന്തിട്ടാണ് ഈ കേൾക്കണത്? പച്ച ബാഗാണെന്നുണ്ടെങ്കിൽ ഈ പണം എത്തിയത് ഉറപ്പായിട്ടും പറയാം പാകിസ്ഥാനിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ആ വഴിക്ക് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ പച്ച ബാഗ് ആയതുകൊണ്ട് അതിനകത്ത് പാകിസ്ഥാനിൽ നിന്ന് വരാനാണ് സാധ്യത കൂടുതൽ. പിന്നെ എത്ര കോടികൾ വന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ BJPയുടെ കൂടെ കൂടിയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു എണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തം മഞ്ഞൾ ചേച്ചി കാശ് വാരി എറിഞ്ഞതും സാരികൾ വാരി കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇതൊക്കെ ഈ പണമാണ് പോയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം കേട്ടോ, ഇവിടുത്തെ BJPയുടെ ചോട്ട നേതാക്കന്മാർ വരെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒന്ന് പച്ച പിടിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ പൂത്ത കാശാണ് ലവന്മാരുടെയൊക്കെ പോക്കറ്റിലെത്തിയത്. ഇതിനൊക്കെ കൃത്യമായിട്ട് തടയിടേണ്ട ഒരു നിയമ സംവിധാനം, ഒരു ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊന്നും വേണ്ട രീതിയിൽ അങ്ങോട്ട് കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ഇതൊന്നും പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്തോ ഈ പറയുന്ന മഹാവീരന് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാഞ്ഞത് കൊണ്ടാണോ അതോ കിട്ടിയത് കുറഞ്ഞു പോയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ആശ വന്നിട്ടുള്ള സത്യം അങ്ങോട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ മലൻ TV നമ്പ്യാർക്കോ അല്ലെങ്കിൽ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അന്തി ചർച്ചകളുമില്ല, അടുപ്പ് കൂട്ടലുമില്ല, മിണ്ടാട്ടം പോലുമില്ല. എല്ലാവരും ഇപ്പം ഡൽഹിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ രാജ്യത്തെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെ സംഘപരിവാർ തീവ്രവാദികൾ ശാഖയിൽ നിന്നും ഇറക്കിയിട്ടുള്ള വ്യാജ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദികൾ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് ഈ മാമന്മാർ വന്നിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ട് അങ്ങോട്ട് കോരം തട്ടിവിടുന്നത്. കാരണം ഇതുപോലുള്ള വാർത്തകൾക്കൊന്നും അവിടെ പ്രാധാന്യം കൊടുക്കില്ല. അവരെല്ലാം ഇപ്പൊ ജന്തർ മന്ദറിൽ കൂടിയിരിക്കുന്ന ഈ വിദ്യാർത്ഥികളെ തീവ്രവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് പട്ടിയെ തല്ലുന്ന പോലാണ് ഈ രാജ്യത്തിന്റെ പൗരന്മാരെ ഈ വൃത്തികെട്ട ഭീകര ഭരണകൂടം ഇപ്പൊ അവർക്ക് നേരെ ഈ നരനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അന്തസ് മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ കളഞ്ഞു പൊളിക്കുകയാണ് ഈ കോർപ്പറേറ്റ് ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലെ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ പുറത്തുവിട്ടിട്ട് ഇവിടെ ഒരു പുല്ലും സംസാരിക്കാൻ ഒരുത്തനും സമയമില്ല എന്നുള്ള ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ആർക്കും ഒരു മിണ്ടാട്ടവും ഇക്കാര്യത്തിലില്ല. എന്താണെങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനിയെങ്കിലും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ 3 എന്നുള്ളത് 10 ആകും, 10 എന്നുള്ളത് പിന്നെ 20 ആകും, പിന്നെ പ്രതിപക്ഷമാകും, പിന്നെ കേരളം പിടിച്ചെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJPനെ വളർത്താൻ പോകുന്നത് ഈ 2 പാർട്ടിക്കാരുമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആത്മാഭിമാനമുള്ള ഈ രാജ്യത്തോട് കൂറുള്ള നിങ്ങൾ ഓരോരുത്തരും വിവേകത്തോടുകൂടി മനസ്സിലാക്കി വേണം ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.